ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൽ വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങും. അതേപോലെ തന്നെ ഈ സെയിം വീഡിയോസ് നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ബിഗിനേഴ്സ് ആയിട്ടുള്ള ചില യൂട്യൂബേഴ്സ് തുടക്ക സമയത്ത് അവർ വിചാരിക്കും ആദ്യം ഏതെങ്കിലും ഒന്നിനെ രണ്ട് കാലി നിർത്താം. അപ്പോൾ അവർ യൂട്യൂബിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും ഈ ഫേസ്ബുക്കിനെ ഇൻസ്റ്റാഗ്രാമിനും അത്ര ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യും. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് യൂട്യൂബിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാതെ ഷോർട്ട് വീഡിയോസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എക്സ്റ്റേണലി ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നീട് അതിനെ മൊബൈൽ ആപ്ലിക്കേഷനിൽ കൊണ്ടുവന്ന് മ്യൂസിക് ആഡ് ചെയ്തിട്ടാണ് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം സംഭവം തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് 1 മിനിറ്റ് കൂടി എടുക്കത്തുള്ളൂ. എക്സ്ട്രാ സമയമൊന്നും അതിന് വേണ്ടി എടുക്കത്തില്ല. ഒറ്റ 1 മിനിറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം സാധനത്തെ തന്നെ നിങ്ങൾക്ക് ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് റീൽസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ഡാൻസ് വീഡിയോസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഷോർട്ട് വീഡിയോസ് ചെയ്യുകയാണ്. അവർ മൊബൈൽ ആപ്ലിക്കേഷനിൽ കൂടെ തന്നെ യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൂടെ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം ഡാൻസിനെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് കൂടെ കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഡാൻസ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരേ കാര്യം തന്നെ നിങ്ങൾക്ക് ഈ 3 പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചാണ്. നിങ്ങൾ സ്വയം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ വീഡിയോസ് അതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ അതിനെ മോണിറ്റൈസ് ചെയ്യേണ്ട രീതിയിൽ അതിനെ സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പൈസ ഉണ്ടാക്കാം, അതേപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ആ അക്കൗണ്ടിൽ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മില്യൺസിൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും അതല്ല, നിങ്ങൾക്ക് വളരെ കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ റീൽസിൽ നിങ്ങൾക്ക് നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും പൈസ ഉണ്ടാക്കാവുന്നതാണ്. അതായത് ഇൻസ്റ്റാഗ്രാം ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെയാണ് റീൽസിന് അവർ ബോണസ് കൊടുക്കാൻ പോവുകയാണ്. അതായത് നിങ്ങൾക്ക് റീൽസ് റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യണം, അതിന് നല്ല വ്യൂസ് കിട്ടണം, ഫോളോവേഴ്സ് കൂടുതൽ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ കിട്ടുന്ന വ്യൂസിനുള്ള ബോണസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം തരുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ ബോണസ് കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള സെറ്റിംഗ്സ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. ഫോട്ടോയും കൊടുത്തിട്ടില്ല, പേരും കൊടുത്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് താഴെയായിട്ട് അവിടെ ഇപ്പോൾ ഫോട്ടോ കാണിക്കേണ്ടതാണ്. ഫോട്ടോ ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോ കാണിക്കുന്നില്ല. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ പോകുന്നുണ്ട് ഇത്. ഇനി നമ്മളിവിടെ ഈ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ആ 3 വര കാണുന്നുണ്ടല്ലോ, ആ 3 വരയിൽ ക്ലിക്ക് ചെയ്യുക. ആ 3 വരയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്ന സെറ്റിംഗ്സ് എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട്. ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെറ്റിംഗ്സിൽ നമ്മളിവിടെ നടുക്കായിട്ട് നോക്കുക, അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടുന്ന് ഏറ്റവും താഴേക്ക് പോവുക. ഇവിടെ നോക്കിക്ക് ഏറ്റവും താഴെ എഴുതിയിട്ടുണ്ട് സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട്. നമ്മൾ നമ്മുടെ അക്കൗണ്ടിനെ ആദ്യം ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് വേണ്ടത്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. അതായത് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതൊരു ജസ്റ്റ് ഫേസ്ബുക്ക് പ്രൊഫൈലാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ യൂട്യൂബിലും നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൽ ഒരു ചാനൽ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് അതൊരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഈ പേഴ്സണൽ അക്കൗണ്ടിൽ നമുക്ക് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് മോണിറ്റൈസേഷന് പറ്റിയ ഒരു അക്കൗണ്ടായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പ്രൊഫഷണൽ അക്കൗണ്ടിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ കാണിക്കുന്ന ഇത് ഓരോന്നായിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോവുക. അതിനുശേഷം ഇവിടെ വരുന്നത് വാട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് യു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഇതിൽ എന്ത് വീഡിയോസ് ആണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആർട്ടിസ്റ്റ് ആണോ, മ്യൂസീഷ്യൻ ആണോ, ബ്ലോഗർ ആണോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീഡിയോ ക്രിയേറ്റർ ആണെന്ന്, ഞാനിപ്പോൾ വീഡിയോ ക്രിയേറ്റർ ആണെന്നുള്ള രീതിയിൽ ഞാനിതിന് ക്ലിക്ക് ചെയ്യുകയാണ്. അതേപോലെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ ക്ലിക്ക് ചെയ്തത് ഡിസ്പ്ലേ ഓൺ പ്രൊഫൈൽ, അതായത് നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ എന്താണെന്നുള്ളത് അത് കാണിക്കണം. അപ്പോൾ അത് കാണിച്ചോട്ടെ, അതിന്
കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഓൺ പ്രൊഫൈലിലും ക്ലിക്ക് ചെയ്തിട്ട് പിന്നീട് മുന്നോട്ട് പോകുന്നു. ഇവിടെ ഇപ്പോൾ ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 30 സെക്കൻഡ് എടുക്കും അതൊന്ന് ഡണ്ണായിട്ട് അടുത്ത പേജിലേക്ക് വരാൻ. അപ്പോൾ 30 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് ഈ പേജിലാണ് വരുന്നത്. ആർ യു എ ക്രിയേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ക്രിയേറ്റർ ആണോ അതോ നിങ്ങളൊരു ബിസിനസ്മാൻ ആണോ? അപ്പോൾ നമ്മൾ എന്തായാലും ബിസിനസ്മാരൊന്നും അല്ല, നമ്മൾ സാധാരണ ചെറിയ വീഡിയോസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റർ ആണെന്നുള്ള രീതിയിൽ ഇട്ടിട്ട് പിന്നെ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഷെയർ ലോഗിൻസ് യൂസിങ് അക്കൗണ്ട് സെന്റർ എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിനെയും ഫേസ്ബുക്കിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാനിപ്പോൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പിന്നീട് ഈ 2 അക്കൗണ്ട്സിനെയും ഒരേപോലെ ലിങ്ക് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നോട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സെറ്റപ്പ് യുവർ പ്രൊഫഷണൽ അക്കൗണ്ട്. ഇവിടെ 5 സ്റ്റെപ്സ് വന്നിട്ടുണ്ട്. ഈ 5 സ്റ്റെപ്സ് ഓരോന്നായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ആദ്യം പോകുന്നത് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ. നമ്മുടെ പ്രൊഫൈൽ, ഈ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനെ ആദ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ആദ്യം നമ്മൾ ഫോട്ടോ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു, നമ്മൾ ഇവിടെ ആദ്യം ഫോട്ടോ കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ ഗാലറിയിൽ തന്നെ ഫോട്ടോസ് ഉണ്ട്, അതിൽ നിന്നും ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ന്യൂ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഈ ഒരു ഫോട്ടോ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മുടെ ഒരു പേര് കൊടുക്കണം, നെയിം. അപ്പം ഞാനിവിടെ സഞ്ജൂസ് നായർ എന്ന് തന്നെ കൊടുക്കുന്നു. യൂസറിനെ ഞാൻ നേരത്തെ ഈ ID ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് തന്നെ ഞാനിവിടെ കൊടുക്കുന്നു. ഇനിയുള്ളതെന്ന് പറയുന്നത് ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മളെക്കുറിച്ച് എബൌട്ട് അസ് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം ചെയ്യാം, നമുക്കിവിടെ ഇമെയിൽ ID കൊടുക്കാം. ഫോർ ബിസിനസ് എൻക്വയറീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമെയിൽ ID തന്നെ ഇവിടെ കൊടുക്കും. അപ്പോൾ ആരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്പോൺസർഷിപ്പിന് വേണ്ടി വിളിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇമെയിൽ ID തന്നെ ഇവിടെ കൊടുത്തു വെക്കുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആഡ് ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ആഡ് ലിങ്ക് വഴി നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ ലിങ്ക് ചെയ്യാവുന്നതാണ്. അതായത് നേരത്തെ ഞാനിവിടെ ചെയ്യാതെ വന്നു, സെയിം സെൻറ്റർ കൊടുക്കാതെ വന്നു, എങ്കിലും ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ ലിങ്ക് ചെയ്ത് വെക്കാം. അതായത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനെ ലിങ്ക് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ ലിങ്ക് ചെയ്യാം. ഏതെങ്കിലും ഒരിടത്തുനിന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടും എപ്പോഴും ലിങ്കായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടുന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നും ഫേസ്ബുക്കിനെ ലിങ്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് കൊടുത്താൽ ഉടൻ തന്നെ എൻ്റെ മൊബൈലിൽ തന്നെ ഉള്ള ഫേസ്ബുക്ക് അക്കൗണ്ടിനെ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലിങ്ക് ആയി കഴിഞ്ഞിരിക്കും. ഇവിടെ ലിങ്ക്സിൽ 1 എന്ന് കാണിക്കുന്നുണ്ട്, അതായത് എൻ്റെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഇതിൽ ലിങ്ക് ആയി കഴിഞ്ഞു. ഇനി ഞാൻ ഈ മുകളിൽ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ടിക്ക് സൈനിനെ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ ഇവിടെ നോക്കിയാൽ ഇവിടെ 1 of 5 സ്റ്റെപ്പ് കംപ്ലീറ്റഡ്, ഒരു സ്റ്റെപ്പ് എൻ്റേത് കംപ്ലീറ്റ് ആയി. ഇനി ഇതേപോലെ നമുക്ക് ഒരു 4 സ്റ്റെപ്പും കൂടി ഉണ്ട് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഗെറ്റ് ഇൻസ്പയർഡിനെ ആക്റ്റീവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗെറ്റ് ഇൻസ്പയർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ആളുകളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇവരിൽ ആരെങ്കിലും നമുക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ആരെയും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ഈ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ ഇവിടെ നോക്ക്, ഇപ്പോൾ 2 എണ്ണം നമ്മുടേത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 of 5 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഗ്രോ യുവർ ഓഡിയൻസ് ആണ്. അപ്പോൾ ഗ്രോ യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ ഇൻവൈറ്റ് ചെയ്യാം. ഒന്നാമത്തേത് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അതിലുള്ള ഫ്രണ്ട്സിനെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. അതേപോലെ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സിനെ നമുക്ക് ഫോളോ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതേപോലെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ബൈ വാട്സാപ്പ്. അപ്പോൾ ഇതിലും കൂടെ നമുക്ക് നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ടിലുള്ള ഫ്രണ്ട്സിനെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. അതേപോലെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ബൈ SMS, പിന്നെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് ബൈ ഇമെയിൽ, പിന്നെ ഉള്ളത് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ബൈ അതർ മീഡിയ പ്ലാറ്റ്ഫോംസ്. അതേപോലെ നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോംസിലുള്ള അക്കൗണ്ടിൽ നിന്നുള്ള ഫ്രണ്ട്സിനെ നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ടിക്ക് സൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. ടിക്ക് സൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പോൾ 3 of 5 സ്റ്റെപ്സ് കംപ്ലീറ്റഡ്. ഇനി ഉള്ളതെന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമ്മളിവിടെ ചെയ്യേണ്ട ഇവിടെ ഗാലറിയിൽ വന്നിട്ടുണ്ട്. ഈ ഗാലറിയിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും 3 ഫയൽസിനെ സെലക്ട് ചെയ്ത് ഷെയർ ചെയ്യണം. അതിനെ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം. പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നോക്കിയാൽ 4 of 5 സ്റ്റെപ്സ് കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മൾ ഈ 3 വീഡിയോസ് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ സെറ്റപ്പിൽ നിന്ന് പുറത്ത് വന്നു. എങ്കിലും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെന്നുള്ളത്. 4 of 5 സ്റ്റെപ്സ് കംപ്ലീറ്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പ്രൊഫഷണൽ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിനി ബാക്കിയുള്ളത് എക്സ്പ്ലോർ ടൂൾസ് ആൻഡ് ഇൻസൈറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനായിട്ടൊന്നുമില്ല, അത് നിങ്ങൾക്ക് പിന്നീട് നോക്കി കാണാവുന്നതേ ഉള്ളൂ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ടിക്ക് സൈനിൽ ക്ലിക്ക് ചെയ്യാണ്. ടിക്ക് സൈനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ പുറത്ത് വന്നു കഴിഞ്ഞു. 5 of 5 സ്റ്റെപ്സ് കംപ്ലീറ്റഡ്. ഇനി നമ്മൾ ഡണ്ണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ചാനൽ, ഈ ഇൻസ്റ്റഗ്രാം ചാനൽ മോണിറ്റൈസേഷന് വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ ഇത്രയൊക്കെ സെറ്റിംഗ്സ് ഒക്കെ ചേഞ്ച് ചെയ്തു. ഇനി നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന് മോണിറ്റൈസേഷൻ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. മോണിറ്റൈസേഷൻ ഇപ്പോൾ ഉണ്ടാവത്തില്ല, പൈസ ഒന്നും ഇപ്പോൾ കിട്ടത്തില്ല, പക്ഷേ അതിനുള്ള എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഈ മുകളിലായിട്ടുള്ള ഈ 3 ലൈനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. ഇവിടുന്ന് ഈ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. സെറ്റിംഗ്സിൽ നിന്ന് നമ്മുടെ ഇവിടെ ക്രിയേറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഈ ക്രിയേറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോണിറ്റൈസേഷൻ സ്റ്റാറ്റസ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണ്, യു ആർ എലിജിബിൾ ഫോർ മോണിറ്റൈസേഷൻ. അതായത് നമ്മുടെ ഈ ചാനൽ മോണിറ്റൈസേഷന് എലിജിബിൾ ആണ്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റീൽസ് പോസ്റ്റ് ചെയ്യുക, അതുപോലെ നമുക്ക് വ്യൂസ് കിട്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിന്നുള്ള ബോണസ് കിട്ടാൻ നമ്മൾ എലിജിബിൾ ആണ്. നമുക്ക് നമ്പർ ഓഫ് ഫോളോവേഴ്സ് വളരെ കുറവാണെന്നുണ്ടെങ്കിലും ശരി, ആ ബോണസ് നമുക്ക് കിട്ടും. അതിനുള്ള സെറ്റിംഗ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി റീൽസ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പൈസ കിട്ടി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസ് എങ്ങനെയാണ് കിട്ടുന്നത്, അത് ബോണസ് എങ്ങനെയാണ് കിട്ടുന്നത്, എത്ര കിട്ടി എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോവുക. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ നോക്കുക, ഇവിടെ കുറേ മെനൂസ് ഉണ്ട്. ഇപ്പോൾ എനിക്കിവിടെ ബോണസ് കിട്ടാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനെ പല ആളുകൾക്കും ബോണസ് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിന്റെ താഴെയായിട്ടായിരിക്കും ഈ കാണുന്നത് പോലെ ബോണസ് എന്ന് പറയുന്ന ഓപ്ഷനും വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ബോണസ് കിട്ടി എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ റീൽസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് മറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ട് ഒരു ഷോർട്സ് വീഡിയോയെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് ബോണസ് തരത്തില്ല. പിന്നീടുള്ളത് സ്റ്റാറ്റിക് വീഡിയോസിന് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം പൈസ തരത്തില്ല. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഏതെങ്കിലും മ്യൂസിക് കൊടുത്തിട്ട് അത്തരത്തിലുള്ള വീഡിയോസിനെ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് അതിനും പൈസ തരത്തില്ല. അതേപോലെ തന്നെ കുറേ ഫോട്ടോസിനെ സ്ലൈഡ് ഷോ ആയിട്ട് കാണിക്കാനും നിങ്ങൾ നോക്കരുത്. സ്ലൈഡ് ഷോ ആയിട്ട് കാണിച്ചിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ നിങ്ങൾ ഏതെങ്കിലും മ്യൂസിക് കൊടുത്തിട്ട് അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അതിനെ നിങ്ങളൊരു റീലായിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ബോണസ് തരത്തില്ല. അതേപോലെ വേറൊരു കാര്യം നിങ്ങൾ ചെയ്യാറുണ്ട്, ലൂപ്പിംഗ് വീഡിയോസ്. അതായത് ഒരു വീഡിയോ കുറച്ച് നേരം ഓടി പിന്നെ ആ വീഡിയോ തന്നെ വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള വീഡിയോസ് അങ്ങനെ പോസ്റ്റ് ചെയ്താലും അതിനും അവർ പൈസ തരും. അതായത് നിങ്ങൾ ചെയ്യുന്ന റീൽസ്, നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് അത് ജെനുവിൻ ആയിരിക്കണം. അതിൽ ഏത് പാട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പാട്ട് ഇൻസ്റ്റഗ്രാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ വീഡിയോയിൽ വരുമ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവണം, എന്തെങ്കിലും മൂവിങ് ഒബ്ജക്ട്സ് എല്ലാം ഉണ്ടായിരിക്കണം. ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ആയിരിക്കണം. അപ്പോൾ ജെനുവിനായിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തുണ്ടാക്കി അത്തരത്തിലുള്ള റീൽസിനെ പോസ്റ്റ് ചെയ്യുക. അത്തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം അതിന് പൈസ തരും, അതിന് ഇൻസ്റ്റഗ്രാം നിങ്ങൾക്ക് ബോണസ് തരും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്പെഷ്യലി ഞാൻ ഡാൻസ് വീഡിയോസ് ചെയ്യുന്നവരോടാണ് പറയുന്നത്, നിങ്ങൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് തന്നെയാണ് ഈ ഡാൻസ് വീഡിയോസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഒന്നുകൂടി 1 മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ 2 മിനിറ്റത്തേക്ക് കൂടെ ഡാൻസ് ചെയ്ത് അതേ വീഡിയോ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളത് പോസ്റ്റ് ചെയ്യുക, അതിലൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഡാൻസ് വീഡിയോസ് മാത്രമല്ല, ഏത് സബ്ജക്ട്സിലുള്ള ഏത് കാറ്റഗറിയിലുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്ത് അതിൽ നിന്നും മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്നും പൈസ ഉണ്ടാക്കാവുന്നതാണ്. ഇച്ചിരി സമയം 2 മിനിറ്റ് 3 മിനിറ്റ് യൂസ് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.